ഹോർമൂസ് കടലിടുക്ക് എന്നത് വെറുമൊരു സമുദ്രപാതയല്ല, മറിച്ച് ലോകത്തിന്റെ ഊർജ്ജ നാഡിയാണ്. ആഗോളതലത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന എണ്ണയുടെ 1/5 ഭാഗവും കടന്നു പോകുന്നത് അതീവ ഇടുങ്ങിയ ഈ പാതയിലൂടെയാണ്. ഇതിന്റെ നിയന്ത്രണം കൈക്കലാക്കാനാണ് ഇറാൻ ഇപ്പോൾ പുതിയ നീക്കങ്ങൾ നടത്തുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഏകദേശം 2000 കിലോമീറ്റർ നീളുന്ന തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ അവർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. മേഖലയുടെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കാനാണ് ഈ നീക്കമെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും പ്രായോഗികമായി ഇത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടിയായി മാറുകയാണ്. സമുദ്രപാതയിൽ തങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണമെന്നും കപ്പലുകൾ കടന്നു പോകുന്നതിന് വൻതുക ടോൾ നൽകണമെന്നുമാണ് ഇറാന്റെ പുതിയ ശാഠ്യം. ലാരക് ദ്വീപിന് ചുറ്റും കപ്പലുകളെ വട്ടം കറക്കുകയും ഓരോ കപ്പലിനും ഏകദേശം $2 ദശലക്ഷം വരെ ടോൾ ഈടാക്കുന്നതും ആഗോള വ്യാപാര മേഖലയെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു. ഈ സംഘർഷം ആഗോള വിപണിയിലുണ്ടാക്കുന്ന ആഘാതം നിസ്സാരമല്ല. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിലേക്ക് കുതിച്ചുയർന്നത് ഇതിന്റെ നേരിട്ടുള്ള ഫലമാണ്. ഊർജ്ജ ലഭ്യതയിലെ തടസ്സം ലോകമെമ്പാടുമുള്ള വിതരണ ശൃംഖലകളെ തകിടം മറിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ അത് ഗതാഗത ചെലവ് വർദ്ധിക്കുകയും തന്മൂലം എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഇറാൻ സമാധാനത്തിന്റെ ഒരു വാതിൽ തുറക്കാൻ ശ്രമിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഉപരോധം നീക്കുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാമെന്നും ആണവ ചർച്ചകൾ പിന്നീട് നടത്താമെന്നുമുള്ള ഇറാന്റെ നിർദ്ദേശം പക്ഷേ വാഷിംഗ്ടൺ തള്ളുകയായിരുന്നു. പൂർണ്ണമായ കീഴടങ്ങലല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും അമേരിക്ക തയ്യാറല്ല എന്നത് ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കാൻ കാരണമാകുന്നു. ഇറാൻ പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ എപ്സ്റ്റീൻ ഫയലുകൾ പോലെയുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും വലിയ വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണോ ഇത്തരം വിദേശ യുദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന സംശയം പലരും പ്രകടിപ്പിക്കുകയാണ്. പണവും അധികാരവും ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്നവർ സത്യത്തെ മറച്ചുപിടിക്കാൻ വലിയ യുദ്ധങ്ങളെ മറയാക്കുന്നുവെന്ന ചിന്ത ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ജെഫ്രി എപ്സ്റ്റീനെ പോലെയുള്ളവരുടെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ലോകശക്തികൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യം ഉയരുന്നു. പണവും സ്വാധീനവുമുള്ളവർക്ക് നിയമത്തെ നിശബ്ദമാക്കാൻ കഴിയുന്നു എന്ന ആശങ്ക ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ ശക്തമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇറാൻ അമേരിക്ക സംഘർഷം കേവലം ഭൂപ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് വലിയ രഹസ്യങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കാനുള്ള ഒരു കവചം കൂടിയാണെന്നാണ്. ഇറാനിലെ സംഘർഷങ്ങൾക്കിടയിൽ എപ്സ്റ്റീൻ ഫയലുകൾ ചർച്ചയാകുന്നത് ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തികളുടെ ഇരുണ്ട രഹസ്യങ്ങൾ ആ പേരിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഒരു സാധാരണ ഗണിത അധ്യാപകനിൽ നിന്ന് ആഗോള കോടീശ്വരന്മാരുടെയും രാഷ്ട്ര തലവന്മാരുടെയും ഉറ്റ തോഴനായി മാറിയ എപ്സ്റ്റീന്റെ ജീവിതം പണം എങ്ങനെ സത്യത്തെയും നീതിയെയും വിലയ്ക്ക് വാങ്ങുന്നു എന്നതിൻ്റെ ഭയാനകമായ ഉദാഹരണമാണ്. എപ്സ്റ്റീന്റെ ഉയർച്ചയും അയാൾ നെയ്തുകൂട്ടിയ ലൈംഗിക അതിക്രമങ്ങളുടെ വലയും ഒടുവിൽ ദുരൂഹത നിറഞ്ഞ മരണവും ആഴത്തിലൊന്ന് പരിശോധിക്കാം. 1953 ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ ജനിച്ച എപ്സ്റ്റീൻ ഒരു സാധാരണ മധ്യവർഗ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്. എന്നാൽ അയാളുടെ വളർച്ച അവിശ്വസനീയമാം വിധം വേഗത്തിലായിരുന്നു. ബിരുദം പോലുമില്ലാതിരുന്നിട്ടും ന്യൂയോർക്കിലെ അതിസമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന ഡാൾട്ടൺ സ്കൂളിൽ അധ്യാപകനായി അയാൾ കയറിപ്പറ്റി. അവിടെ വച്ചാണ് സാമ്പത്തിക ലോകത്തെ അതികായന്മാരുമായി എപ്സ്റ്റീൻ ബന്ധം സ്ഥാപിക്കുന്നത്. വാൾസ്ട്രീറ്റിലെ പ്രമുഖ നിക്ഷേപ ബാങ്കായ ബെയർ സ്റ്റീൻസിൽ എത്തിയതോടെ എപ്സ്റ്റീന്റെ തലവര മാറി. 1982 അയാൾ സ്വന്തം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കമ്പനി ആരംഭിച്ചു. വമ്പന്മാരുടെ നികുതി വെട്ടിപ്പുകളും നിക്ഷേപങ്ങളും കൈകാര്യം ചെയ്തതിലൂടെ അയാൾ നേടിയത് വെറും പണമല്ല, മറിച്ച് പല പ്രമുഖരുടെയും രഹസ്യങ്ങൾ കൂടിയായിരുന്നു. വിക്ടോറിയാസ് സീക്രട്ട് ഉടമ ലെസ് വെക്സ്നറിനെ പോലെയുള്ളവർ എപ്സ്റ്റീനെ പൂർണ്ണമായും വിശ്വസിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളുടെ അധികാരം കൈമാറുകയും ചെയ്തത് ഈ നിഗൂഢതകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. കരീബിയൻ കടലിലെ എപ്സ്റ്റീന്റെ സ്വന്തം ദ്വീപായ ലിറ്റിൽ സെന്റ് ജെയിംസ് പുറം ലോകത്തിന് ഒരു ആഡംബര പറുദീസയായിരുന്നു. എന്നാൽ അതിന്റെ ഉൾത്തളങ്ങളിൽ നടന്നത് ലോകത്തെ നടുക്കുന്ന ലൈംഗിക അടിമത്തമായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ മസാജ് എന്ന വ്യാജേന അവിടെ എത്തിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് പ്രഭു കുടുംബാംഗമായ ഗിസ്ലെയിൻ മാക്സ്വെൽ ആയിരുന്നു ഈ ശൃംഖലയുടെ സൂത്രധാരൻ. പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതും അവരെ സമ്പന്നർക്ക് കാഴ്ചവെക്കുന്നതും മാക്സ്വെല്ലിന്റെ ചുമതലയായിരുന്നു. എപ്സ്റ്റീന്റെ സ്വകാര്യ വിമാനമായ ലോലിത എക്സ്പ്രസിൽ സഞ്ചരിച്ചവരിൽ ലോക നേതാക്കളും ശാസ്ത്രജ്ഞരും ഹോളിവുഡ് താരങ്ങളും ഉൾപ്പെടുന്നു. വിർജീനിയ ഗിഫ്രെ എന്ന ഇരയുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരനെ പോലെയുള്ളവർ ഈ ദ്വീപിലെ സ്ഥിരം സന്ദർശകരായിരുന്നു.
കുറ്റകൃത്യങ്ങൾ ഇത്രയും കാലം മൂടിവെക്കാൻ എപ്സ്റ്റീനെ സഹായിച്ചത് ഉന്നത തലങ്ങളിലുള്ള ഈ ബ്ലാക്ക്മെയിൽ തന്ത്രങ്ങളായിരുന്നു. 2005-ൽ ഫ്ലോറിഡയിൽ വെച്ചാണ് എപ്സ്റ്റീൻ ആദ്യമായി നിയമക്കുരുക്കിൽപ്പെടുന്നത്. എന്നാൽ 2008-ൽ നടന്ന വിചാരണ അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയെ നാണം കെടുത്തി. അന്ന് ഫ്ലോറിഡയിലെ പ്രോസിക്യൂട്ടറായിരുന്ന അലക്സ് അക്കോസ്റ്റയുമായി പിന്നീട് അയാൾ ട്രംപ് മന്ത്രിസഭയിൽ അംഗമായിട്ടുണ്ട്. എപ്സ്റ്റീൻ അന്നൊരു രഹസ്യ കരാറിൽ ഏർപ്പെട്ടു. ഈ കരാർ പ്രകാരം അതീവ ഗുരുതരമായ സെക്സ് ട്രാഫിക്കിംഗ് കുറ്റങ്ങൾ ഒഴിവാക്കപ്പെടുകയും വളരെ ചെറിയ കുറ്റങ്ങൾ മാത്രം ചുമത്തപ്പെടുകയും ചെയ്തു. 13 മാസത്തെ തടവ് ശിക്ഷ ലഭിച്ചെങ്കിലും പകൽ സമയം സ്വന്തം ഓഫീസിൽ പോയി ജോലി ചെയ്യാനുള്ള അനുമതിയും അയാൾക്ക് ലഭിച്ചു. ഇരകളെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് നിയമം കുറ്റവാളിയെ സഹായിച്ച ഈ സംഭവം സ്വീറ്റ് ഹാർട്ട് ഡീൽ എന്ന പേരിൽ കുപ്രസിദ്ധമായി. ഒരു ദശാബ്ദത്തിന് ശേഷം 2019-ൽ നിയമം വീണ്ടും എപ്സ്റ്റീനെ തേടിയെത്തി. ന്യൂയോർക്കിലെ ഫെഡറൽ അധികൃതർ അയാളെ അറസ്റ്റ് ചെയ്തു. ഇത്തവണ രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ലോകം മുഴുവൻ എപ്സ്റ്റീന്റെ സാക്ഷ്യത്തിനായി കാത്തിരുന്നു. കാരണം അയാൾ വായ തുറന്നാൽ ലോകത്തിലെ പല വൻമരങ്ങളും വീഴുമായിരുന്നു. എന്നാൽ 2019 ഓഗസ്റ്റ് 10-ന് മാൻഹട്ടനിലെ അതീവ സുരക്ഷയുള്ള ജയിലിൽ എപ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം അതൊരു ആത്മഹത്യയായിരുന്നു. പക്ഷേ ആ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ അങ്ങേയറ്റം വിചിത്രമാണ്. ജയിലിലെ CCTV ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല. അയാളെ നിരീക്ഷിക്കേണ്ട ഗാർഡുകൾ ഉറങ്ങിപ്പോയി. മരണത്തിന് തൊട്ട് മുമ്പ് അയാളെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റിയിരുന്നു. ഇതോടെ എപ്സ്റ്റീൻ ഡിഡ്ന്റ് കിൽ ഹിംസെൽഫ് എന്ന ഹാഷ്ടാഗ് ഒരു ആഗോള മുദ്രാവാക്യമായി മാറുകയായിരുന്നു. തൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ വേണ്ടി ആരോ എപ്സ്റ്റീനെ വകവരുത്തിയതാണെന്ന് ഇന്നും വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു. എപ്സ്റ്റീൻ്റെ മരണശേഷവും 2024-ൽ കോടതി ഉത്തരവിലൂടെ പുറത്തുവന്ന എപ്സ്റ്റീൻ ലിസ്റ്റ് ലോകത്തെ വിറപ്പിച്ചു. ബിൽ ക്ലിൻ്റൺ, ഡൊണാൾഡ് ട്രംപ്, ബിൽ ഗേറ്റ്സ്, സ്റ്റീഫൻ ഹോക്കിങ്സ് തുടങ്ങി 100-ലധികം പ്രമുഖരുടെ പേരുകൾ ആ രേഖകളിലുണ്ട്. ഈ ലിസ്റ്റിലുള്ള എല്ലാവരും കുറ്റവാളികളാണ് എന്ന് അർത്ഥമില്ലെങ്കിലും എപ്സ്റ്റീൻ എന്ന ക്രിമിനലുമായി ഇവർക്കെല്ലാം ഉണ്ടായിരുന്ന അവിശുദ്ധമായ അടുപ്പം വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ ഫയലുകൾ കേവലം ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പട്ടികയല്ല, മറിച്ച് ലോകത്തിൻ്റെ അധികാരം എങ്ങനെ പണത്തിന് മുന്നിൽ നഗ്നമാകുന്നു എന്നതിൻ്റെ തെളിവാണ്. എപ്സ്റ്റീൻ തൻ്റെ അതിഥികളുടെ ദൃശ്യങ്ങൾ രഹസ്യ ക്യാമറകളിൽ പകർത്തിയിരുന്നു എന്ന ആരോപണവും നിലനിൽക്കുന്നു. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ആരുടെ കയ്യിലാണെന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന മനുഷ്യൻ മരിച്ചിരിക്കാം, പക്ഷേ അയാൾ അവശേഷിപ്പിച്ചു പോയ ദുരൂഹതകൾ ആധുനിക രാഷ്ട്രീയത്തെ ഇന്നും വേട്ടയാടുന്നുണ്ട്. പണവും അധികാരവും ഉണ്ടെങ്കിൽ ഏതൊരു നിയമത്തെയും മറികടക്കാമെന്ന ഹുങ്ക് ഒരു വശത്തും, നീതിക്കായി പോരാടിയ ഇരകളുടെ ധീരത മറുവശത്തും നിൽക്കുന്നു. ഈ ഫയലുകൾ പൂർണ്ണമായും വെളിച്ചത്ത് വരുമ്പോൾ മാത്രമേ ലോകം കണ്ട ഏറ്റവും വലിയ ഈ നിഗൂഢതയ്ക്ക് അവസാനമുണ്ടാകൂ. അതുവരെ ജെഫ്രി എപ്സ്റ്റീൻ അധികാരത്തിൻ്റെ ഇരുണ്ട ഇടനാഴിയിലെ അവസാനിക്കാത്ത ഒരു പാഠമായി അങ്ങനെ നിലകൊള്ളും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.